കൊട്ടിയൂർ നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവും സമാന്തര റോഡ് നവീകരണവും കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് മുമ്പ് പൂർത്തിയാകുമോ എന്ന ആശങ്കയിൽ വ്യാപാരികൾ. നിലവിൽ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി നടന്നുവരികയാണ്. പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം. കൊട്ടിയൂർ വൈശാഖോത്സവം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നീണ്ടുനോക്കി പാലത്തിന്റെ റീടൈനിംഗ് വാളിന്റെ നിർമ്മാണവും അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തിയും പൂർത്തിയാക്കാത്തതിന്റെ ആശങ്കയിലാണ് വ്യാപാരികൾ. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്, എന്നാൽ റോഡിന്റെ പ്രവൃത്തി ഇപ്പോഴും നടന്നുവരികയാണ്. പാലത്തിന്റെ റീടൈനിംഗ് വാളിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കാൻ ഇനിയും 2 ആഴ്ചയോളം എടുക്കുമെന്നാണ് PWD ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് പൂർത്തിയായ ശേഷം മെയ് അവസാനത്തോടെയാണ് അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. സമാന്തര റോഡിന്റെ നവീകരണവും അന്തിമഘട്ടത്തിലാണ്. എന്നാൽ സമാന്തര റോഡിലുള്ള 6 കലുങ്കുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തിയാകാനുണ്ട്. കേളകം മുതൽ കൊട്ടിയൂർ വരെ ചിലയിടങ്ങളിൽ റോഡ് ടാർ ചെയ്യാനുണ്ട്. കേളകം മുതൽ വളയംചാൽ വരെയുള്ള പ്രവൃത്തിയും പൂർത്തിയായിട്ടില്ല. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജനയിൽപ്പെടുത്തിയാണ് വളയംചാൽ മുതൽ മന്തംചേരി വരെയുള്ള 11 കിലോമീറ്ററിലധികം റോഡ് നവീകരണം നടക്കുന്നത്. കേളകം കൊട്ടിയൂർ പഞ്ചായത്തുകളിലാണ് സമാന്തര റോഡുള്ളത്. നീണ്ടുനോക്കി പാലത്തിന്റെ നിർമ്മാണത്തിനായി 6.4 കോടി രൂപയാണ് അനുവദിച്ചത്. 2022 ഡിസംബറിലാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ അധികം വൈകാതെ പാലം പണി നിലച്ചു. ഈ വർഷം ജനുവരിയിലാണ് പാലം പ്രവൃത്തി പുനരാരംഭിച്ചത്. ഉത്സവകാലത്ത് മലയോര ഹൈവേയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ ആശ്രയിക്കുന്നത് സമാന്തര റോഡിനെയാണ്. സമാന്തര റോഡിനെ നീണ്ടുനോക്കിയിൽ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം. നിലവിൽ എല്ലാ പ്രവൃത്തിയും നടക്കുന്നുണ്ടെങ്കിലും വൈശാഖോത്സവത്തിന് മുൻപ് പ്രവൃത്തി പൂർത്തിയാകുമോ എന്നതാണ് വ്യാപാരികളെ ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പോൾ അതിന്റെ 2 സൈഡിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് റോഡിന്റെ പണി ഇതിനോടൊപ്പം തന്നെ ഉത്സവത്തിന് മുമ്പായി പൂർത്തീകരിക്കുന്ന രീതിയിൽ ഞങ്ങൾ പലതവണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാലും പണിയിൽ അല്പം ഒരു മാന്യത ഉള്ളതുപോലെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം അപ്രോച്ച് റോഡിൽ ഇവിടെ ടൗണിലേക്കുള്ള ഭാഗത്ത് പല വ്യാപാര സ്ഥാപനങ്ങളും തിണ്ണ അടക്കം പൊളിച്ചെടുക്കുകയും അതുപോലെ തന്നെ ചില വ്യാപാര സ്ഥാപനം പൂർണ്ണമായും ഒഴിവാകുകയും ഒക്കെ ചെയ്തപ്പോൾ ആ ചേർന്നുള്ള റോഡിൻ്റെ പണിയും പെട്ടെന്ന് തന്നെ തീർത്തെങ്കിലേ വ്യാപാരികൾക്ക് അവിടെ വ്യാപാരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വലിയ ഗതാഗതക്കുരുക്കാണ് കഴിഞ്ഞ ഉത്സവകാലത്തുണ്ടായത്. മണിക്കൂറുകളാണ് വാഹനങ്ങൾ 1 ഇഞ്ച് പോലും മുന്നോട്ടു പോകാനാവാതെ വഴിയിൽ കിടന്നത്. മെയ് 21-നാണ് ഈ വർഷത്തെ വൈശാഖോത്സവം ആരംഭിക്കുന്നത്. ഉത്സവത്തിന്റെ തിരക്ക് വർദ്ധിക്കുന്നതിന് മുൻപ് ജോലികൾ പൂർത്തിയായെങ്കിൽ മാത്രമേ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.